15 വർഷക്കാലം ബംഗാൾ എന്ന സംസ്ഥാനം അടക്കി ഭരിച്ച ദീദി എന്ന് വിളിക്കുന്ന മമതാ ബാനർജി ഒരു കാലത്ത് കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ്. പിന്നീട് കോൺഗ്രസുമായി തെറ്റി CPM-നോട് നേർക്കുനേർ യുദ്ധം ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. വങ്കനാടിന്റെ മണ്ണിൽ, അതായത് ബംഗാളിന്റെ മണ്ണിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഏറെക്കുറെ അവസാനിപ്പിച്ച മമതാ ബാനർജി 2011 CPM-നോട് നേർക്കുനേർ ഏറ്റുമുട്ടിയാണ് ബംഗാളിൽ അധികാരം പിടിക്കുന്നത്. 34 വർഷക്കാലം ബംഗാൾ തൻ്റെ ഉള്ളം കയ്യിലിട്ട് അടക്കി ഭരിച്ച CPM നേതാക്കന്മാരോട് കടക്കു പുറത്ത് എന്ന് പറഞ്ഞ അധികാരത്തിലേക്ക് കടന്നു വന്ന മമത സിംഗൂരിലും നന്ദിഗ്രാമിലും ടാറ്റ കമ്പനിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും വെടിവെപ്പിൽ കർഷകർ കൊല്ലപ്പെടുകയും ചെയ്ത കടും പ്രതിഷേധം ബംഗാളിന്റെ മണ്ണിൽ അരങ്ങേറിയപ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് മമതാ ബാനർജിയും സുവേന്ദു അധികാരി ഉൾപ്പെടുന്ന ആളുകളായിരുന്നു. അന്ന് മമതയുടെ വലങ്കൈയായിരുന്നു സുവേന്ദു അധികാരി. പിന്നീട് മമതാ ബാനർജി അധികാരം പിടിച്ചു. സുവേന്ദു അധികാരി തെറ്റി, അയാൾ BJP-യിലേക്ക് പോയി. ഇന്ന് ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ മറുഭാഗത്ത് മമതയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു കഴിഞ്ഞു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ആയി തൃണമൂൽ കോൺഗ്രസിന്റെ വിമത വിഭാഗം നിയമസഭയിൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ലോക്സഭയിലും രാജ്യസഭയിലും മമത പാലൂട്ടി വളർത്തിയ, മമത തന്റെ ഉള്ളം കയ്യിലിട്ട് കൈപിടിച്ച് പാലൂട്ടി വളർത്തിയ ആളുകൾ, സയോണി ഘോഷിനെ പോലെ, യൂസഫ് പത്താനെ പോലെ ഉള്ള ആളുകൾ ആ മറുകണ്ഠം ചാടിയിരിക്കുന്നു. അവർ BJP-യുമായി ചേർന്ന്, NDA-യുമായി ചേർന്ന് അവർ മുന്നോട്ട് പോകുന്നു. കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് മമതാ ബാനർജി. അതുമാത്രമല്ല, മമതയെ ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയതായി മമതാ ബാനർജി വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു. താൻ പട്ടിണി കടന്നും CPM-നോട് നേർക്കുനേർ ഏറ്റുമുട്ടിയും ബംഗാളിന്റെ ഗ്രാമനഗരങ്ങളിൽ പച്ച പിടിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മമതാ ബാനർജിയെ പുറത്താക്കിയെന്ന് മമതാ ബാനർജി പറയുമ്പോൾ മമതാ ബാനർജി സങ്കടം കൊണ്ട് ഉള്ളു പൊട്ടുകയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആരാണ് മമതാ ബാനർജി? മുന്തിയ തരം ഐഫോണുകളും സുഖലോലുപരായ ജീവിതവും നയിച്ചതിന്റെ പേരിൽ DYFI-യിൽ നിന്നും CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ട യുവനേതാവ്, പിന്നീട് CPM വർഗശത്രുയെ പ്രഖ്യാപിച്ചവരെ തൻ്റെ സ്വന്തക്കാരനായി അവന് ചുവപ്പ് പരവതാനി വിരിച്ച് തൃണമൂൽ കോൺഗ്രസിലേക്ക് മമത കൈപിടിച്ചുയർത്തിയ അതേ മമതാ ബാനർജി പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കുത്തുന്ന കാഴ്ച ബംഗാളിൽ കാണുകയാണ്. ഇത് ബംഗാളിൽ മാത്രമല്ല, ഇത്തരം പല കാഴ്ചകൾ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പാല് കൊടുത്ത കൈക്ക് കുത്തിയ ഈ ബംഗാളിലെ രാഷ്ട്രീയ കാഴ്ച. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, പല രംഗങ്ങളിലും പല മേഖലകളിലും ഇതേ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനം രാജ്യം ശ്രദ്ധിച്ച ഒരു കാഴ്ചയാണ് ബംഗാളിൽ മമതാ ബാനർജിക്ക് ഉണ്ടായത്. തൻ്റെ രാഷ്ട്രീയ ജീവിതം ഏറെക്കുറെ അവസാനിച്ചു എന്ന് മമതാ ബാനർജിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. തൻ്റെ തട്ടകമായ ഭവാനിപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന, ഇപ്പോൾ തൃണമൂലിന്റെ ബദ്ധശത്രുവായ, മമതയുടെ ശത്രുവായ ഇപ്പോഴത്തെ ബംഗാളിന്റെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയോട് തോൽവിയുടെ രുചി അറിഞ്ഞ മമതാ ബാനർജി ലോക്സഭയിലും രാജ്യസഭയിലും തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പോരാടിയ ആളുകളൊക്കെ മമതാ ബാനർജിയോട് ലാൽ സലാം പറഞ്ഞ് പിരിയുന്ന ഒരു കാഴ്ച. നിയമസഭാ MLA-മാരിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഇപ്പോൾ മമതയ്ക്കൊപ്പമുള്ളത്. അതേ മമതാ ബാനർജി ഒരു കാലത്ത് കിരീടം വെക്കാത്ത രാജാവായി കേവലം 200 രൂപയുടെ ഖദർ സാരിയും ഒരു ഹവായ് ചെരുപ്പും കയ്യിലൊരു വാച്ചുമായി ബംഗാൾ രാഷ്ട്രീയത്തിൽ അടപടലം കൊണ്ടു നടന്ന മമതാ ബാനർജി, അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുണയാൻ തൻ്റെ ആളുകൾക്കെല്ലാം വീതിച്ചു നൽകിയ മമതാ ബാനർജി, അത് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി മമതാ ബാനർജി മാറിയപ്പോൾ അതേ മമതാ ബാനർജിയെ താഴെ ഇറക്കിയതും ജനങ്ങൾ താഴെ ഇറക്കിയതും നമ്മൾ കണ്ടു. അധികാരത്തിന്റെ പാന്താവിൽ എന്നും ഇരുന്ന് വിലസാമെന്ന് ആരും സ്വപ്നം കാണരുത് എന്നൊരു പാഠമാണ് മമതാ ബാനർജിയിലൂടെ രാജ്യം കണ്ടത്. അതേ മമതാ ബാനർജി പാല വീണ യക്ഷിയെ പോലെ ഇന്ന് തെക്ക് വടക്ക് നടക്കുമ്പോൾ രാഷ്ട്രീയ ബംഗാളിന്റെ വങ്കനാടിന്റെ രാഷ്ട്രീയം മമതയെ നോക്കി പല്ലിറുക്കി ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.